ഗൈസ്, നമ്മളൊരു സദ്യയുടെ വിഭവമായിട്ടാണ് നല്ല വേണ്ടപ്പെട്ടത്. നിങ്ങൾ എല്ലാവർക്കും എപ്പോഴും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സംഭവമാണ് രസം. അപ്പൊ രസത്തിന്റെ ആദ്യം തന്നെ ഞാനൊരു രസപ്പൊടിക്ക് ഇത് ഉണ്ടാക്കട്ടെ, മസാല പൊടി, രസപ്പൊടി ഇട്ടാ. അപ്പൊ ഇതില് തന്നെ അളവെടുക്കണേ. നമുക്കൊരു സ്പൂൺ മല്ലി, അതുപോലെ തന്നെ ഇതും ഒരു ടീസ്പൂൺ, മറ്റേ സാമ്പാർ പരിപ്പില്ലേ അത്, കുരുമുളക് എരിവിന് അനുസരിച്ച് എടുത്തോളൂ. ഞാനിത് 1/4 ടീസ്പൂൺ എടുക്കണേ. ജീരകം വേണം, നന്നായിട്ട് തന്നെ വേണം. മല്ലി വേണമെങ്കിൽ ഇച്ചിരി മുന്നിൽ നിൽക്കട്ടെ. അപ്പം ഇതിനെ ഞാൻ ഉലുവയും അതുപോലെ തന്നെ കുറച്ച് മതി, അല്ലെങ്കിൽ കയ്പ്പരസം തോന്നി വറക്കാം. ഇത് ഞാൻ വറുത്തിട്ട് കാണിച്ചു തരാം. ഇനി ഇത് നമ്മൾ ഇത്രയും വേപ്പിലയും ഈ മുളകും ഇടണം കേട്ടോ. മുളക് ഇത് ഇട്ടാലും കുഴപ്പമില്ല, മുളക് അധികം ഇടണ്ട, കുറച്ചല്ലേ ഉള്ളൂ. ഇതിനെ നമ്മൾ നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കിയിട്ട് ഇനി പൊടിക്കണം. എന്നിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പൊടിച്ച് കാണിച്ചു തരാം ഗൈസ്. ഇത് ഞാനിത് ഓഫാക്കിയിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഗൈസ്. എല്ലാം റെഡിയായി. ഇനി നമുക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ചായതുകൊണ്ടാണ്. നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി. കായപ്പൊടി ഇട്ടോ, 1 ടീസ്പൂണൊക്കെ ഇട്ടോ. എനിക്ക് പൊടി കുറച്ചായത്, എനിക്ക് കുറച്ച് മതിയല്ലോ. കാരണം ഡ്രസ്സ് എപ്പോഴും നമ്മൾ ഇടയ്ക്ക് വെക്കുന്നതാണ്. എന്നാലും 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ടു. ഇതിനെ ഈ ചൂട്ടോട് തന്നെ, ഈ ചൂട്ടിൽ തന്നെ കിടന്നത് റെഡിയാവും. അത് ഞാൻ പൊടിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, മസാല പൊടിച്ചു, നമ്മൾ രസപ്പൊടി പൊടിച്ചു നമ്മൾ വറുത്തത്. ഇനി ഇത് ഉടനെ തന്നെ കുപ്പിയിലാക്കി വെക്കണം നമ്മൾ, അല്ലെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ പോയി കിട്ടും. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് എടുത്താൽ മതിയല്ലോ കേട്ടോ. അപ്പോൾ രസപ്പൊടി ഞാൻ പൊടിച്ചു. ഇനി രസത്തിനുള്ള സംഭവമാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകണം. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഇത് 2 ഗ്ലാസ് വെള്ളത്തിൽ പുളി നമ്മൾ പൊഴിഞ്ഞത്. പുളി കൂടരുത്, രസത്തിന് കൊള്ളില്ല. ഇനി തക്കാളിയൊക്കെ വരും. തീ കത്തിച്ചിട്ട് പാത്രം വയ്ക്കാം. നമ്മൾ പുളി വെള്ളത്തിലിട്ട് 1 കപ്പിൽ പിഴിഞ്ഞിട്ട് 2 കപ്പാക്കി വെള്ളം ഒഴിച്ച് 2 കപ്പും ഇച്ചിരി കൂടുതലുണ്ട്, അരിച്ചെടുത്തതാണ് കേട്ടോ. ഇതിലൊഴിച്ച് 2 തക്കാളി, നമുക്ക് കുറച്ച് തക്കാളി അല്ല, ഇത് രസമായതുകൊണ്ടാണ് ഞാൻ 1 തക്കാളി എടുത്തത്. തക്കാളി അധികം എന്തായാലും പുളി ആയാലും കൊള്ളില്ല. പിന്നെ നമുക്ക് വേപ്പില ഇടണം. വേപ്പില ഇട്ടു. പിന്നെ നമ്മൾ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി അതിൽ നമ്മൾ ഇട്ടെങ്കിലും കുറച്ചിട്ടോളൂ, 1/4 ടീസ്പൂൺ കേട്ടോ ഇട്ടു. പിന്നെ ഈ വെളുത്തുള്ളി ചതച്ചത് ഒരു 5-6 വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. രസത്തിനൊക്കെ ഇത്തിരി വെളുത്തുള്ളി മുന്നിലുണ്ടെങ്കിൽ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഉപ്പിടണം. ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി. പുളിയിലൊക്കെ ഉപ്പ് ഉണ്ടല്ലോ എന്ന് നമുക്ക് നോക്കിയിട്ടിടാം. എന്നിട്ട് ഇത് വേവട്ടെ കേട്ടോ. പാകത്തിനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാതും. ഇത് ഇനി അടച്ചു വെച്ച് വേവട്ടെ. ഗൈസ്, ഞാനേ മറന്നുപോയി കേട്ടോ, പച്ചമുളക് അരിഞ്ഞതിൽ ഇച്ചിരി ഇടുന്നുള്ളൂ. ഇത് ഭയങ്കര എരിവുള്ളതാ, അതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ കുരുമുളകൊക്കെ വരുന്നില്ല. പിന്നെ എനിക്ക് ശർക്കര അധികം ഇടുന്ന ഇഷ്ടമില്ല. ഇത് ഇത്ര ഇടുന്നുള്ളൂ, 1/4 ടീസ്പൂൺ ശർക്കര പൊടിയാണ് കേട്ടോ. എന്നിട്ട് വേവട്ടെ. രസപ്പൊടി നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കണം. ഞാനിത് ജാറിൻ്റെ ഇത് കഴുകിയതിലേക്ക് ഇട്ടതാ ഗൈസ്. ചെറിയ പൊടിയാണ്, 1 ടീസ്പൂൺ കൊണ്ടാണ് ഞാൻ എടുത്തുക്കണത്. കാരണം ഞങ്ങൾക്ക് കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ ചെറിയ ടീസ്പൂണിൽ 2 ടീസ്പൂൺ എടുത്ത്. കലക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാം അത് വെന്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ ഇനി വെള്ളം നമുക്ക് വേണോ എന്താന്ന്. ഈ വെള്ളം കൂടി ആഡ് ചെയ്യാം. 1 കപ്പായി കൃത്യം മസാല നമുക്ക് കലക്കിയതിൽ. ഉപ്പൊക്കെ പാകാൻ നോക്കട്ടെ. എനിക്ക് ഐസ് ഞാൻ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, ഞാൻ വേപ്പിലയാണ് പൊട്ടിച്ച് കാണിക്കാൻ പോണേ. കടുകും വേപ്പില ഇടാം. മല്ലിയില ഇടണം നിർബന്ധമായിട്ട് കേട്ടോ. കാരണം മല്ലിയിലയാണ് ഏറ്റവും രുചി വരുന്ന സംഭവം. അങ്ങനെ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ.
ഉപ്പ് പോരാ. നമുക്കിത് നന്നായിട്ട് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓഫാക്കി ഇടാം. നമുക്ക് കടുക് പൊട്ടിക്കാം. പൊളിക്കാം. അത് തിളക്കുമ്പോഴത്തേക്കും ഇത് നമ്മൾ കടുക് പൊട്ടിക്കാൻ പാത്രം വെക്കാം. അത് ചൂടാവണല്ലോ. കടുക് വേണം, വേപ്പില വേണം. വേപ്പില ഞാൻ എടുക്കട്ടെ. അതിലേക്ക് തിളയ്ക്കണം. വേപ്പില എടുത്തു വെച്ചായിരുന്നു ഗൈസ്. ഇല്ല, 2-3 കൂട്ടം നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് വേപ്പില തീർന്നു പോയി ഗൈസ്. ഞാൻ വേപ്പില ഇത്ര എടുക്കുന്നുണ്ട്. ഇനി കടുക് നമുക്ക് പൊട്ടിക്കാം. തിളച്ചു കഴിഞ്ഞു നമുക്ക് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ ഇതായി പോകും, കുറുതായി പോകും. തിളച്ചു കഴിഞ്ഞാൽ തീ ഓഫ് ആക്കിയിട്ട് മൂടി വയ്ക്കാം. ഞാൻ മല്ലിയില മേടിക്കാൻ മറന്നുപോയി ഗൈസ്. ഉണ്ടായിരുന്നു, അത് കുറെ അധികം എടുത്ത് വെച്ചാൽ ചീത്തയാവും, അപ്പൊ കൊണ്ടേ കളയും. ഇതാണ് അവസ്ഥ. ഓക്കെ, ഇങ്ങനെ ഒന്ന് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിടാം. രണ്ട് മിനിറ്റ് അതിലിരിക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നമുക്കിതിൽ ഇങ്ങനെ തന്നെ ഇതിനോട്ട് പകർത്താം. നല്ല കളറായി, പാകത്തിനുള്ള ഇതായി. നോക്കി, രസം കുറയല്ലേ ഗൈസ്? നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. രസം വെക്കാൻ പല പല ഐഡിയകളല്ലേ, പലവരും പല രീതിയിലാണ് വെക്കാം. എല്ലാവരും, ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ ഈ മല്ലി കുരുമുളക് ഇതെല്ലാം പൊടി വെച്ച് മിക്സിയിലിട്ട് അങ്ങോട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഇട്ടുന്നതുണ്ട്. നമ്മൾ പിന്നെ ഇതുണ്ടാക്കി പൊടിച്ചു വെച്ചു. നമ്മൾ എപ്പോഴും പൊടി വേണമല്ലോ. എല്ലാം അരച്ചിട്ട് ചിലവർ ഇത് ലാസ്റ്റ് വരുന്നുണ്ടല്ല, ഈ തക്കാളിയൊക്കെ വെന്തിങ്ങനെ കിടക്കില്ല, നമുക്ക് അരിച്ചെടുക്കും രസം. ഞാൻ അരിച്ചെടുക്കില്ല, അതൊക്കെ കഴിക്കുന്നത് നല്ലതല്ല, വേപ്പിലയൊക്കെ. അപ്പൊ കണ്ട സൂപ്പർ അല്ലേ? കഴിച്ചു നോക്കാട്ടാ, രക്ഷയില്ല. ചോറിൽ കൂട്ടി കഴിക്കാനുണ്ടല്ലോ, തന്നെയും കഴിക്കാം. ഒരു ഗ്ലാസ് ദഹനത്തിനൊക്കെ നല്ലതാ. സൂപ്പർ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.